കുഞ്ചാക്കോ ബോബന് തന്റെ ആദ്യ ചിത്രമായ അനിയത്തിപ്രാവിൽ ശബ്ദം നൽകിയത് കൃഷ്ണചന്ദ്രനാണ്. ഞാൻ സ്നേഹിക്കുന്ന പെണ്ണ ഇല്ല, മിനിയില്ലാതെ അവളില്ലാതെ ഞാൻ വരില്ല. കേരള ഹൗസ് ഉടൻ വിൽപ്പനയ്ക്ക് എന്ന ജയസൂര്യയുടെ ആദ്യകാല ചിത്രങ്ങളിലൊന്നിൽ ജയസൂര്യയ്ക്ക് വേണ്ടി ഡബ് ചെയ്തത് കൃഷ്ണചന്ദ്രനാണ്. നിങ്ങളുടെ നല്ല മനസ്സിന് നന്ദിയുണ്ട്. പിന്നെ എന്റെ 5 ലക്ഷം രൂപയുടെ കാര്യം അച്ഛൻ എനിക്കും അനിയത്തിക്കും ബാക്കി വെച്ചതാ. എനിക്കതിൽ വലിയ വിഷമമൊന്നുമില്ല. നടൻ വിനീതിന് വേണ്ടി സർഗം, പരിണയം, ഹൈവേ, ഋതുഭേദം, കാബൂളിവാല, കമലദളം തുടങ്ങിയ ചിത്രങ്ങളിൽ ശബ്ദം നൽകിയത് കൃഷ്ണചന്ദ്രനായിരുന്നു. എന്റെ ബാബ വഴിയിൽ ചോര ഛർദ്ദിച്ച് വീണപ്പോ മരുന്നിന് പണം കഴിഞ്ഞിട്ടാ ഞാനത് അവിടെ പണയം വെച്ചത്. അവിടുന്ന് നീയൊക്കെ അത് മോഷിച്ചത്. സംഗീതത്തിന് അത്ഭുത സിദ്ധികളുണ്ടെന്നാണ് ഇപ്പോഴത്തെ കണ്ടുപിടുത്തം. സംഗീതം കൊണ്ട് ചില രോഗങ്ങൾ മാറ്റിയെന്നൊക്കെ ഈയിടെ ഞാനൊരു പത്രത്തിൽ വായിച്ചു. തമാശയല്ല, സംഗീതത്തിന് അങ്ങനെ ഒരു കഴിവുണ്ട്. ഈ മുത്തശ്ശിയുടെ കാര്യം കൊണ്ട് തോറ്റു. ഇത് സ്റ്റഡി ടൂറൊന്നുമല്ല, എക്സ്കർഷനാ. അതായത് അടിച്ചു പൊളിച്ചൊരു ട്രിപ്പ്. ഇതിലെ തമാശ എന്തെന്നാൽ ഒരു കാലത്ത് ശബ്ദം കടമെടുത്തിരുന്ന വിനീത് ഇന്ന് മികവുറ്റ ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് കൂടിയാണ്. ജാൻവി എന്റെ മോളല്ല, നിന്റെ മോളാണ്. നിന്റെ വർമ്മ അങ്കിളിനോട് പറയണോ അതോ ഇനി പോലീസിൽ പറയണോ? പറ. തമിഴ് നടൻ വിക്രമിന് വേണ്ടി ആദ്യകാലങ്ങളിൽ സ്ഥിരമായി ഡബ് ചെയ്തിരുന്നത് കൃഷ്ണചന്ദ്രനായിരുന്നു. ഇന്ദ്രിയം, മയൂര നൃത്തം, മാഫിയ, ഇതാ ഒരു സ്നേഹഗാഥ തുടങ്ങിയ ചിത്രങ്ങളായിരുന്നു അവ. മീൻകറി ഉഗ്രൻ. അമ്മച്ചിയുടെ കൈ ദൈവാനുഗ്രഹമുള്ള കയ്യാ. എന്തുണ്ടാക്കിയാലും ടേസ്റ്റിയാ. ഏട്ടാ ഞാൻ കമ്പൈൻ സ്റ്റഡീസ് കഴിഞ്ഞിട്ട് പിന്നെ അതെനിക്ക് தெரியும். தினம் உன்னை பார்க்காம என்னால் இருக்க முடியாது. சரி, ராத்திரி யார் கண்ணையும் படாம நான் கொட்டாரத்துக்கு வரேன். അയ്യോ വേണ്ട ഉദയ. വരും, ഞാൻ വരും. யார் എതിർത്താലും വരും. നടൻ റഹ്മാന്റെ ആദ്യകാല ചിത്രങ്ങളിൽ പലതിൽ ശബ്ദം നൽകിയിരുന്നത് ഇതേ കൃഷ്ണചന്ദ്രനായിരുന്നു. കരിയിലക്കാറ്റ് പോലെ, കിങ് സോളമൻ, ഈ തണലിൽ ഇത്തിരി നേരം തുടങ്ങിയവയായിരുന്നു അവ. പബ്ലിക്കായിട്ടാണ് പരിപാടി. സാർ, ഇതെന്റെ വൈഫാണ് സാർ. ചോദിക്കാം, എന്താ പ്രശ്നം? ഇത് കണ്ടോ? കണ്ടു. എന്തായാലും ഇത് ടീഷർട്ട്, ഇത് ബെൽറ്റ്, ഇത് പാന്റ്. കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന ചിത്രത്തിൽ നടൻ അബ്ബാസിന് വേണ്ടി ശബ്ദിച്ചത് കൃഷ്ണചന്ദ്രനായിരുന്നു. മൂസാക്കുട്ടിയെ ഇഷ്ടമാണെന്നല്ലേ മനസ്സിൽ വിചാരിച്ചത്? കള്ളം. ഇഷ്ടമാണെന്ന് താൻ അറിയാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വൈശാലി സിനിമയിലെ നായകനായ സഞ്ജയ് മിത്ര എന്ന നടന് വേണ്ടി വൈശാലി, ഒരു വടക്കം വീരകഥ, പൂനില മഴ തുടങ്ങിയ ചിത്രങ്ങളിൽ ഡബ് ചെയ്തത് കൃഷ്ണചന്ദ്രനാണ്. ഇതെന്താ ആശ്രമം? നീ ആര്? ഏതോ മായാവിയായ രാക്ഷസൻ മുനികുമാരന്റെ വേഷത്തിൽ വന്നതല്ലേ നീ? അച്ഛൻ പറഞ്ഞത് തന്നെ സത്യം. ജോണി വാക്കർ എന്ന ചിത്രത്തിൽ മമ്മൂട്ടിയുടെ അനിയനായി അഭിനയിച്ച ജീത് ഉപേന്ദ്ര എന്ന നടന് വേണ്ടി ശബ്ദം നൽകിയത് കൃഷ്ണചന്ദ്രനായിരുന്നു. ആരോഗ്യം നോക്കണം. ജോണി ചാൻ ഇതെന്നാ പറ്റി? അതിവില്ലാതെ ഒരു സീരിയസ്നെസ്. സാധാരണ പിരിയുമ്പോ തെറിയ. ഇതിപ്പോ അമ്മയുടെ റോളില്. ജീൻസ് എന്ന ചിത്രത്തിലൂടെ പ്രസിദ്ധനായ പ്രശാന്ത് എന്ന തമിഴ് നടന് വേണ്ടി പെരുന്തച്ചൻ എന്ന സിനിമയിൽ ശബ്ദം നൽകിയത് കൃഷ്ണചന്ദ്രനായിരുന്നു. സമൃദ്ധിയുള്ള ഒറ്റ വീടും ഒരാശാരിക്കും കണ്ടില്ലല്ലോ എന്നോർത്ത് ചിരിച്ചതാണ് നമ്മൾക്കടക്കം.